എല്ലാവരുടെ വീട്ടിലും കാണും ഇതുപോലെ യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന സോപ്പ് അല്ലേ. അപ്പം നമ്മളതെന്താ ചെയ്യുക, വെറുതെ വേസ്റ്റ് ആക്കി കളയും. എന്നാൽ ഇതുപോലുള്ള ലെഫ്റ്റ് ഓവർ സോപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് സോപ്പ് യൂസ് ചെയ്യാം. ഏത് സ്മെല്ലായാലും ഏത് കളറായാലും ഒന്നും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ മറ്റ് ഐറ്റംസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. മറ്റ് കെമിക്കൽസ്, ഗ്ലിസറിൻ, എസെൻഷ്യൽ ഓയിൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ മെത്തേഡിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരൊറ്റ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ സോപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സോപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ ഫുള്ള് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഡിസോൾവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച സോപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലേ പെട്ടെന്ന് മെൽറ്റായി കിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴയ പാനിൽ അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സോപ്പിലേക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കൺസിസ്റ്റൻസിക്കും ഐഡിയക്കും അനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഡിസോൾവ് ആയി എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഹാൻഡ് വാഷ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അവിടെ നന്നായിട്ട് ഡിസോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചതിന് ശേഷം ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അലോവേറ ജെല്ലോ, കോക്കനട്ട് ഓയിലോ, ഗ്ലിസറിനോ എന്തെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ്സിനെ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ സ്മെല്ല് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം. ഓറഞ്ച് ഓയിൽ, ലെമൺ ഓയിൽ, യൂക്കാലിപ്സ് അതുപോലത്തെ എന്തെങ്കിലും തരം എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല, കാരണം സോപ്പിന് തന്നെ അത്യാവശ്യം സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിലേക്ക് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഹാൻഡ് വാഷ് ബോട്ടിലാണ്. ഇതിലും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.